ഇതുവരെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാൻറ്റീനിൽ എത്തണമെന്ന് അറിയിക്കുന്നു. ഇതുവരെ ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാൻറ്റീനിൽ എത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നാം ഏവരും സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മാത്രം വരികയുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ സയ്യിദ് അഹമ്മദ് മർക്കസ് നോളജ് സിറ്റിയിൽ ഹിൽസിന ഫിനിഷിംഗ് സ്കൂളിൽ +2 വിദ്യാഭ്യാസം തേടുന്നു. കാരണം വളരെ ചെറുതാണ്. നാം ഓരോ റീല് കാണുമ്പോഴും ഓരോ റീല് സ്ക്രോൾ ചെയ്ത് മാറ്റുമ്പോഴും നമ്മളെ പഠിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ നമ്മളെ പഠിക്കുകയാണ്. തുടർന്ന് നമുക്കിഷ്ടമുള്ള റീലുകൾ മാത്രം അവർ നമുക്ക് തരുന്നു. അങ്ങനെ നാം നമ്മളുടെ സമയം അതിൽ ചെലവഴിക്കുകയാണ്. സമയം വേണ്ടാത്ത രീതിയിലാണ് നാം അവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ നമ്മളുടെ പല ബന്ധങ്ങളും അതിലൂടെ മുറിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട്. കാരണം ഓരോ റീല് വരുമ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്താണ് ശീലമുള്ളത്. പക്ഷേ അതൊരിക്കലും റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം നമുക്കിഷ്ടപ്പെട്ട ഒരാൾ നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്കതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. അതെന്തെന്ന് വെച്ചാൽ അത് നമ്മളുടെ മനസ്സതിന് സമ്മതിക്കൂല. അപ്പോൾ നമ്മൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം അയാളിലൂടെ നമുക്കൊരു ദേഷ്യമെല്ലാം ജനിക്കാൻ കാരണമാകും. ആ ദേഷ്യം ഉള്ളത് കാരണം നമുക്ക് അയാളെ വളരെയധികം വെറുക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ആൾ പറയുന്നതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മളുടെ ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാണ്ടല്ല വളരെയധികം സർപ്രൈസിങ് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നാം ഓരോ റീല് കാണുമ്പോഴും നമുക്കറിയില്ല അടുത്തെന്താണ് റീല് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അടുത്ത റീല് ഈ കാണുന്ന റീലിനേക്കാളും നല്ലതായിരിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുള്ളത് കാരണം നമ്മൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്യാൻ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി, എത്ര ഷെയർ കിട്ടി, എത്ര കമൻറ്റ് കിട്ടി എന്ന് നാം നോക്കിക്കൊണ്ടേയിരിക്കും. ആ പോസ്റ്റിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യമെങ്കിലും നാം ആ പോസ്റ്റ് പോയി നോക്കിക്കൊണ്ടേയിരിക്കും. ആരൊക്കെ കണ്ടു, ആരൊക്കെ ലൈക്ക് തന്നു, ആരൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളത്. ഒരാൾ ജനിച്ചാൽ അയാൾക്ക് മരണമുണ്ട്. ആൾക്ക് എന്തായാലും മരണമുണ്ട്. ഒരു പുസ്തകത്തിനാണെങ്കിലോ ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ കഴിഞ്ഞാൽ ആ പുസ്തകം അവസാനിച്ചു. ഒരു സിനിമയ്ക്കാണെങ്കിലോ നല്ലൊരു ക്ലൈമാക്സോട് കൂടുള്ള ഒരു അവസാനമുണ്ട്. ഒരു ഗെയിമിന് ഒരുപാട് ലെവലുകളുണ്ട്. ആ ലെവലുകൾ കഴിഞ്ഞാൽ ആ ഗെയിമും അവസാനിച്ചു. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് അവസാനമുണ്ടോ? ഇല്ല. കാരണം ആയിരക്കണക്കിന് വീഡിയോകളാണ് ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളതും ഉണ്ടാകും, ഇഷ്ടമില്ലാത്തതും ഉണ്ടാകും. ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യാനും ഒരു മൈന്യൂട്ട് ആക്ഷൻ മതി. അതായത് ലൈക്ക് ചെയ്യാൻ ഡബിൾ ടച്ച്, സ്ക്രോൾ ചെയ്യാൻ വെറുതെ ഒരു സ്വൈപ്പ്, പോസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ടാപ്പ്, ഇതെല്ലാം മതി. ഇതെന്തെന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിന് വലിയ ആക്ഷൻ എടുക്കാൻ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഈ ചെറിയ ആക്ഷൻസ് അതിൽ വെക്കുന്നതുകൊണ്ട് നമ്മത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് മടുക്കുകയും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ബ്രെയിന് എപ്പോഴും ആക്ടിവിറ്റികളിലായിട്ട് ഏർപ്പെടാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കണക്കാണ്. അവരിങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനായിട്ട്. അവർ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ വളരെയധികം ശ്രമിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് അവരെന്താ കാട്ടാന്ന് വെച്ചാൽ ഈ ബ്രെയിനിന് ഈ ആക്ടിവിറ്റികൾ വളരെയധികം വേണം. അതിനുവേണ്ടിയാണ് അവർ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ ചെറുതായൊന്നുമല്ല ദോഷം ചെയ്യുന്നത്. ശാരീരികമായും മാനസികമായും അത് വല്ലാതെ ദോഷമുണ്ടാക്കും. ശാരീരികമെന്ന് പറഞ്ഞാൽ കണ്ണുവേദന, തലവേദന, കാഴ്ച കുറയൽ,
കഴുത്തുവേദന തുടങ്ങിയ രീതിയിൽ ശാരീരികമായും ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് പോലുള്ള രീതിയിൽ മാനസികമായും അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. എന്നാൽ ഇത്രയൊക്കെ ഭയാനകമായതിനാൽ സോഷ്യൽ മീഡിയ നമ്മൾ ഒഴിവാക്കണോ? എന്തിന്? നമുക്കെല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഒരു നന്മയും ഒരു തിന്മയുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കുണ്ട് കുറച്ച് നല്ല വശങ്ങൾ. നമുക്ക് അറിവ് നേടാൻ, അതായത് ഒരു ഭാഷ പഠിക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഒരു മതപരമായ കാര്യങ്ങൾ പഠിക്കാനും അത് പഠിപ്പിക്കാനും നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാനും കോഡിംഗ് പഠിക്കാനും നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾക്ക് വ്യത്യസ്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാനും പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ്ങാനും അഡിക്ഷനായി പോയി സോഷ്യൽ മീഡിയയിൽ, നമ്മൾക്കത് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായും. നമ്മളെ കൺവെട്ടത്തിൽ നിന്നും വാഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ കൺമുറ്റത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞാൽ പോരെ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞോളും. പിന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ ഫോണുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മളുടെ കണ്ണിൽ നിന്ന് മാറ്റി നിർത്തുക. അത് നമ്മളുടെ നെർവുകളെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.